തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. എന്ന് മാത്രമല്ല ലക്ഷ്മിയോടൊന്നും പറഞ്ഞതുമില്ല. ബെഡ്റൂം എത്തും വരെ താൻ സേഫ് ആയിരിക്കണം, അതുകൊണ്ടാണ് അവളൊന്നും മിണ്ടാഞ്ഞത്. എങ്ങനെയോ ബെഡ്റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. പതുക്കെ ലക്ഷ്മിയോട് തന്നെ സംശയം പറഞ്ഞു. അന്നേരാണ് അവൻ മുറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ശിവാനി പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞതുപോലെ ചെയ്തു. കണ്ണേട്ടാ, ആരോ ഒരാൾ വീടിൻ്റെ പിൻവശത്തു കൂടെ വീട്ടിലേക്ക് കയറുന്നത് കാണാം. അതിനുശേഷം ഒന്നും കാണുന്നില്ല. ആളുടെ മുഖവും വ്യക്തമല്ല. മാസ്ക് അണിഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടാ, എനിക്ക് പേടിയാവുക. ആളിപ്പോഴും അകത്തുണ്ടെന്നാണ് തോന്നുന്നത്. ശിവാനി, ഇങ്ങനെ പേടിക്കല്ലേ. നീ ഒരു കാരണവശാലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അതുപോലെ നിനക്കകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായെന്ന് ആൾക്ക് തോന്നാനും പാടില്ല. ഞാനിതാ വന്നു. നീ കോൾ കട്ട് ചെയ്യല്ലേ, ഞാൻ വണ്ടി ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ് വണ്ടി കയറി വീട് ലക്ഷ്യം വെച്ചു. ഹലോ ശിവാനി, ആരോ ഓക്കെ? കണ്ണേട്ട, ആരോ കോളിംഗ് ബെൽ പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്തെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ആളെ കാണാൻ പറ്റുന്നില്ല. നോ ശിവാനി, നീ മുറിയിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങരുത്. നിന്നെ മുറിയിൽ നിന്ന് ഇറക്കാനുള്ള തന്ത്രമാവത്. ഞാൻ വരുന്നത് വരെ എന്ത് വന്നാലും നീ മുറി വിട്ടിറങ്ങാൻ പാടില്ല. എനിക്കാളെ കയ്യോടെ പൊക്കണം, കേട്ടല്ലോ? പേടിക്കല്ലേ. നമ്മുടെ മുറിയുടെ ഡോറെ അത്ര പെട്ടെന്ന് തല്ലിപ്പൊട്ടിക്കാൻ പറ്റില്ല. കണ്ണേട്ടൻ എങ്ങനെ വീടിനകത്ത് കയറും? ആളകത്തുനിന്ന് ലോക്കിട്ടിട്ടുണ്ടെങ്കിലോ? ഞാൻ ഏതെങ്കിലും വഴി അകത്ത് വന്നോളാം. അതും പറഞ്ഞ ലക്ഷ് വണ്ടി മുന്നോട്ടെടുത്തു. അതിനിടയിലാണ് എന്തോ മനസ്സിൽ തോന്നിയ ലക്ഷ് തൻ്റെ മറ്റേ ഫോണിൽ നിന്നും ഓഫീസിലേക്ക് വിളിക്കുന്നത്. സുരേഷ്, ഇന്ന് ലീവായവരുടെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ പഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയവരുടെയോ ഡീറ്റെയിൽസ് ചെയ്യുന്ന ഒന്ന് അറിയിക്കണം കേട്ടോ എന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. പെട്ടെന്ന് വണ്ടി വീട്ടിലേക്ക് വിട്ടു. ഇതേ സമയം അകത്ത് കയറിയ ആൾ ശിവാനിയെ മുറിയിൽ നിന്ന് ഇറക്കാനുള്ള ശ്രമം തുടരുവാണ്. അവൾ വരുന്നില്ല എന്ന് കണ്ടതും നേരെ ചെന്ന് മുറിയുടെ വാതിലേക്ക് തട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ശിവാനി കിടകിട വിറക്കാൻ തുടങ്ങി. തുരുതുര മുട്ടിയിട്ടും തുറക്കാത്തത് കാരണം ആൾ ഡോർ ചവിട്ടി തുറക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അത്രയും ബലവും ഉറപ്പുള്ള ഡോർ തുറക്കാൻ പാടെന്നറിഞ്ഞാൽ ലോക്ക് അഴിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായ ശിവാനി ലക്ഷ്മിയോട് കുറച്ചു മാറി നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശിവാനി, ഞാൻ എത്തി, പേടിക്കണ്ട, ഓക്കെ? അന്നേരമാണ് അവൾ CCTV ശ്രദ്ധിക്കുന്നത്. അതിൽ അയാൾ വന്ന സെയിം വേ കൂടി തന്നെയാണ് ലക്ഷ്യം വരുന്നതെന്ന് അവൾക്ക് കാണാൻ പറ്റി. അകത്തെത്തിയ ലക്ഷ് ശബ്ദമുണ്ടാക്കാതെ തൻ്റെ ബെഡ്റൂം ലക്ഷ്യം വെച്ച് നീങ്ങി. പക്ഷെ ലക്ഷ്യൻ്റെ നീക്കം മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് തിരിഞ്ഞു. ലക്ഷ്യനെ കണ്ടതും അയാൾ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ ലക്ഷ്യം നേരെ വീശിയെങ്കിലും ലക്ഷ് വിദഗ്ധമായി അത് തട്ടിത്തെറിപ്പിച്ചു. ഇരുവരും തമ്മിൽ പരസ്പരം കഴുത്തിന് പിടിച്ചു. പുറത്തുള്ള ശബ്ദം കേട്ട് ശിവാനി ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു വന്നു. ലക്ഷ് അവൻ്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി മുഷ്ടി ചുരുക്കി അവൻ്റെ വയറിനിടിച്ച് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അവൻ്റെ മാസ്ക് അഴിച്ചു മാറ്റാൻ നേരാണ് അയാൾ അരയിൽ നിന്ന് കത്തിയെടുത്ത് ലക്ഷ്യൻ്റെ കൈത്തണ്ടയിൽ വരയുന്നത്. അതോടെ ലക്ഷ് വേദന കൊണ്ട് അവളിൽ നിന്നുള്ള പിടി വിട്ടുവെങ്കിലും ലക്ഷ് വീണ്ടും അവന് നേരെ തിരിയാൻ നേരാണ് അയാൾ ശിവാനിയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നത്. അവിടുന്ന് സ്റ്റെയർ ഇറങ്ങി മുൻവശത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ശിവാനിയെ പിടിച്ചു തള്ളി ഡോർ വഴിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു. ലക്ഷ് ശിവാനിയെ വീഴാതെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നു. ഡാമിറ്റ്, ലക്ഷ് മുഷ്ടി ചുരുട്ടി ചോരയിലിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എൻ്റെ കൈ കെട്ടാതിരിക്കില്ല. അയ്യോ കണ്ണേട്ടാ, കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് പേടിയാവുക. അത് കുഴപ്പമില്ല, ചെറിയ മുറിവേ ഉള്ളൂ, നീ ഇങ്ങനെ പേടിക്കാതെ. കണ്ണേട്ട എന്നാ വാ, ഞാൻ മരുന്ന് വെച്ച് തരാം എന്നും പറഞ്ഞ് ശിവാനി അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കാൻ തുടങ്ങി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. അവളുടെ മുഖത്തെ ഭാവം കണ്ടാൽ തോന്നും അവളുടെ കൈക്കാണ് മുറിവേറ്റതെന്ന്. ഒരു പുഞ്ചിരിയാലെ അവൻ അവളെ നോക്കി കാണുകയായിരുന്നു. എൻ്റെ ശിവാനി, എന്തിനാ ഇങ്ങനെ കണ്ണുനീർ വേസ്റ്റ് ആക്കണേ? ഇത് കുഴപ്പമില്ലെന്ന് എന്നും പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം ഇരുവരും അങ്ങനെ ഇരുന്നു. അവൾ നോക്കിയാതെ തോന്നിയ ലക്ഷ് സംസാരത്തിന് തുടക്കമിട്ടു. നാളെ ഞാനൊരു കണിയാനെ പോയി കാണുന്നുണ്ട്. എന്തിനാ? അവൻ്റെ മുഖത്ത് നോക്കാതെ ശിവാനി ചോദിച്ചു. എൻ്റെ സമയം ഒട്ടും ശരിയല്ല. നീണ്ടു പോകുന്ന എൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് നടക്കുമെന്നറിയണമല്ലോ. ഇതാ മേഘയുടെ പ്രാക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. രാവിലെ എന്തൊക്കെയായിരുന്നു. മടിയിലിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, സമ്മതം അറിയിക്കുന്നു. ലക്ഷ് നിരാശയോടെ പറഞ്ഞു. അവസാനം ലക്ഷ് മഹാദേവൻ ശശിയായി അല്ലേ? ശിവാനി ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. മനുഷ്യനെ ഇത്രയ്ക്കും ആക്രാന്തം പാടില്ല. ശിവാനി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എഴുന്നേറ്റു. നിങ്ങൾ പറഞ്ഞ ആ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ കണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടി? അയ്യേ, അതെ, മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ, എനിക്കപ്പോഴേ തോന്നിയതാ ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്. പുല്ല്, ഞാൻ കയറി ആശിക്കുകയും ചെയ്തു. ആ തൻ്റെ കൈക്കല്ലേ മുറിവേൽപ്പിച്ചത്. ലക്ഷ് വന്നവനെ പ്രാഗുവാണ്.
അന്നേരമാണ് തൻ്റെ ഓഫീസ് സ്റ്റാഫ് സുരേഷിനെ ഏൽപ്പിച്ച കാര്യവുമായി അയാൾ തിരിച്ചു വിളിക്കുന്നത്. സാർ, ഇന്ന് കുറച്ച് പേര് ലീവായിരുന്നു. കൂടാതെ ആഫ്റ്റർനൂൺ ലീവായിരുന്നവർ 3 പേരുണ്ട് സാർ. എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ കോൾ അവസാനിപ്പിച്ചു. ആ കോൾ കഴിഞ്ഞപ്പോഴാണ് ഗൗതമിൻ്റെ കോൾ വരുന്നത്. ഗൗതമിനോട് സംസാരിച്ച് ലക്ഷ് പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. ശിവാനി, നീ അറിഞ്ഞോ? ഗൗതമിൻ്റെയും മാളുവിൻ്റെയും വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു എന്ന്. നേരത്തെ മുത്തശ്ശി വിളിച്ചിരുന്നു, ഇപ്പം വിളിച്ചത് ഗൗതമാണ്. ആഹാ, അപ്പോൾ രണ്ടുപേരും സെറ്റായല്ലേ? പാവം മാളു എത്തിയ ഗൗതം സാറിൻ്റെ പിന്നാലെ നടന്നത്. അവസാനം അവളുടെ ആഗ്രഹം പോലെ നടന്നല്ലോ. പിന്നല്ലാതെ എങ്ങനെ പോയാലേ അവർ നമ്മളെക്കാൾ മുമ്പ് ഗപ്പടിക്കും കേട്ടോ. ആണോ? നല്ല കാര്യം. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമല്ലല്ലോ, അതുകൊണ്ട് അവർ ഗപ്പടിക്കുന്നെങ്കിലേ അങ്ങ് അടിക്കട്ടെന്ന്. ശിവാനി ലക്ഷ്മിയെ തേച്ചൊട്ടിച്ചു. നീ അങ്ങനെയല്ലേ പറയുള്ളൂ. തറവാട്ടിലെത്തിക്കോട്ടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ റൊമാൻസ് വേറെ ലെവലാണ്. ആ കുളവും പറമ്പും പാടവും മധുരിക്കും ഓർമ്മകൾ കുമിഞ്ഞു കൂടിയ നമ്മുടെ ബെഡ്റൂമും. ഹോ, ഇത്തവണ ഞാനൊരു കലക്കും എൻ്റെ ശിവാനിയെ. കാരണം ഇത്തവണ എനിക്ക് നിന്റെ പെർമിഷനൊന്നും വേണ്ടല്ലോ. ലക്ഷ്യം അതും മനസ്സിൽ പറഞ്ഞ് ഓർമ്മകളിൽ മുഴുകി. ഇയാളെന്താ സ്വപ്നം കാണുവാണോ? ശിവാനി അവന് നേരെ കൈവീശിക്കൊണ്ട് ചോദിച്ചു. പിന്നെ നമ്മൾ നാളെ തറവാട്ടിലേക്ക് ചെല്ലുന്നു. ഗൗതവും നാളെ പോകുന്നുണ്ട്. അയ്യോ, തറവാട്ടിലേക്കോ? ഞാനില്ല, എനിക്ക് പേടിയാ. മുത്തശ്ശി എങ്ങാനും നമ്മുടെ മാരേജ് ഡ്രാമ അറിഞ്ഞു കാണുമോ? ഹേയ്, അതാരും അറിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞതാ, ആരോടൊന്നും പറയേണ്ടെന്ന്. പിന്നെ ഇത്തവണ അച്ഛനും കൂടി കാണും. അയ്യോ, അച്ഛനും ഉണ്ടാവോ? എനിക്ക് പേടിയാ. പിന്നെ സരോജിനി മുത്തശ്ശി കൂടി കാണുമായിരിക്കുമല്ലേ? പിന്നല്ലാതെ അവർ മാത്രമല്ല, ബന്ധുക്കൾ ഒരുപാട് പേര് കാണും. എന്നാൽ ഞാനില്ല, എനിക്ക് പേടിയാ. ശിവാനി പറഞ്ഞത് കേട്ടതും ലക്ഷ് പറഞ്ഞു. പേടിയോ? എന്തിന്? നിനക്ക് എന്നെ വരപ്പിക്കാൻ മാത്രമല്ല അറിയുള്ളൂ. നീ നോക്കിക്കോ, ഇത്തവണ ആ സരോജിനി മുത്തശ്ശിക്ക് ഒരു പണി കൊടുത്തിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് നാളെ റെഡി ആയിക്കോ കേട്ടോ. എനിക്ക് രാവിലെ ഓഫീസിൽ അർജൻറ്റായി ചെയ്ത് തീർക്കേണ്ട കുറച്ച് വർക്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തറവാട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ എല്ലാം അവിടെ ചെന്നിട്ട് അതും പറഞ്ഞു ബെഡിൽ മലർന്നു കിടന്നു ചിന്ത മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ലക്ഷ് പ്രസൻറ്റേഷൻ റൂമിൽ ഇരുന്ന് പുതിയ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ കാണുമായിരുന്നു. ഓരോരുത്തരും അവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ആദർശമായിരുന്നു ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. അന്നേരമാണ് ലക്ഷ് അവൻ്റെ കയ്യിലിരിക്കുന്ന മോതിരം ശ്രദ്ധിക്കുന്നത്. ഇന്നലെ രാത്രി ആ വന്നവനിൽ ലക്ഷ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് അവൻ്റെ ആ വിരലിൽ കിടക്കുന്ന മോതിരമായിരുന്നു. അതേ മോതിരം തന്നെയാണ് ആദർശിൻ്റെ വിരലിൽ കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ ലക്ഷ് പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ലീവായ 3 പേരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി. അതിലൊരു പേര് ആദർശിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയ ലക്ഷിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസം ഐസ്ക്രീം കഴിക്കുന്ന ടൈമിലേക്ക് പോയതും ഒരു മിന്നായം പോലെ തങ്ങളുടെ പിന്നിലിരിക്കുന്ന വ്യക്തിയിലേക്ക് ചെന്ന് നിന്നു. തൻ്റെ സംശയം ശരിയാണ്. എൻ്റെ വീട്ടിലെ ആ ഒരു വഴിയിൽ കൂടി ഒരാൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ വഴി വ്യക്തമായി അറിയാവുന്ന ഒരാളാവണം. അങ്ങനെ ഒരാളുമില്ല. ഈ ഒരു സീക്രട്ട് വേ ശിവാനിയോട് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ. അതും ഇന്നലെ ഐസ്ക്രീം കഴിക്കാൻ നേരം. അന്നേരം അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് തൻ്റെ ഓഫീസ് സ്റ്റാഫ് മാത്രമാണ്. താൻ അറിയാവുന്ന ഒരാളും തൻ്റെ വീട്ടിൽ കയറില്ല. അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ ആൾ ഉറപ്പായും പിടിച്ചിരിക്കും. ആദർശിന് തന്നെപ്പറ്റി വലിയ അറിവുണ്ടാൻ വഴിയില്ല. ഇവിടെ ഇപ്പോൾ ആദർശ് പഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ആളുടെ ലക്ഷ്യം ശിവാനി തന്നെയായിരുന്നു. പക്ഷെ ശിവാനി വീട്ടിലെത്താൻ വൈകിപ്പോയി എന്നതും അവൾ ആരോ അകത്തുള്ളത് തിരിച്ചറിഞ്ഞു എന്നതും ആൾക്ക് വിനയായി. ഒരുപക്ഷെ അന്ന് സ്റ്റോർ റൂമിൽ ശിവാനിയെ ആക്രമിക്കാൻ ചെന്നതും ഇവൻ തന്നെയാണോ? വരട്ടെ, ഇവനെ തെളിവ് സഹിതം കുടിക്കാനുള്ള വഴി എനിക്കറിയാം. വെറും മോതിരം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലക്ഷ് ആദർശിന് നേരെ പുച്ഛം കലർന്ന നോട്ടം പായിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആദർശിനെക്കുറിച്ച് ലക്ഷ്മി ഇതുവരെ യാതൊരുവിധ സംശയമില്ലായിരുന്നു. പുറമേ കാണാൻ ഒരു മാന്യൻ, ജോലിയും കൃത്യമായി ചെയ്യും. പക്ഷെ മറഞ്ഞു നിന്ന് കുത്തുന്ന ആൾ ഇവനാണെന്ന് സംശയം തോന്നിയതും ലക്ഷ് ഒരവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെ വീണ്ടും ലക്ഷ്യം ശിവാനിയും തറവാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലക്ഷ്യൻ്റെ അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. നിശ്ചയം കഴിഞ്ഞ് 1 മാസത്തിനകം കല്യാണം ഉണ്ടാവും. അതിനാൽ ഇനി അതൊക്കെ കഴിഞ്ഞ് എവിടെ നിന്നൊരു മടക്കുണ്ടാവുള്ളൂ എന്ന് കരുതി ഇരുവരും കാര്യമായിട്ട് പെട്ടിയും കിടക്കയും എടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. വല്യമ്മ അവൻ്റെ മൂത്ത മകൾ അശ്വതിയുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ കല്യാണത്തിനൊപ്പം ഇത് നടത്താനാണ് മുത്തശ്ശിയുടെ തീരുമാനം. ലക്ഷ്യം ശിവാനിയും വന്നതോടെ നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായി. പക്ഷെ അർജുൻ മാത്രം ആകെ മൂഡ് ഓഫിലാണ്. നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കല്യാണം കൂടി ഇതിനൊപ്പം നടത്താത്തതിലാണ് പുള്ളിക്ക് വിഷമമെന്ന് മാത്രമല്ല, ചങ്കുകൾ ഇങ്ങനെ റൊമാൻസിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആൾക്ക് ദീപയെ മിസ് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞ ദീപയെ കൊണ്ടുവന്നേനെ. അപ്പോഴാണ് പരട്ടക്കിളവി സരോജിനി മുത്തശ്ശി കുറ്റിയും പറിച്ച് നേരത്തെ പോകുന്നത്. ഇനിയിപ്പോൾ അവളെ കണ്ട പരട്ടക്കിളവി ഓരോരോ ന്യായം പറിച്ചു തുടങ്ങും. അതിനേക്കാൾ ഭേദം വിരഹവേദനയാണ്. കല്യാണം ആകുമ്പോഴേക്കും 2 ദിവസത്തേക്ക് കൊണ്ടുവരാം എന്നതാണ് ആകെയുള്ള അവൻ്റെ ഒരു സമാധാനം. തറവാട്ടിലെത്തിയതും ശിവാനി ഏതു നേരവും അശ്വതിക്കും മാളവിനും അവന്തികയ്ക്കും ഒപ്പമാണ് വന്നത്. പിന്നെ ലക്ഷ്മി അവളെ കാണാനേ കിട്ടുന്നില്ല എന്ന അവസ്ഥയാണ്.
ആ വേദികയെ ഇനി ഇങ്ങോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കേണ്ടി വരുവാവോ ലക്ഷ്യം ചിന്തിക്കാതിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് നടുമുറ്റത്ത് എല്ലാവരും കൂടി ഇരുന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നാളെ എല്ലാവരും കൂടി ടൗണിൽ പോയി ഡ്രസ്സ് എടുക്കാനാണ് പ്ലാൻ. അത് കേട്ടതും ലക്ഷ്യൻ്റെ മനസ്സിൽ ലഡ്ഡുവും ജിലേബിയും ഒരുമിച്ച് പൊട്ടിത്തുടങ്ങി. അവൻ ശിവാനിയെ മെല്ലെ തോണ്ടി അവൾക്ക് കേൾക്കാൻ പാകത്തി പറഞ്ഞു. ശിവാനി, നാളെ എല്ലാവരും പോയി കഴിഞ്ഞാലേ നമുക്കിവിടെ അടിച്ച് പൊളിക്കണം. ആദ്യം കുളത്തിൽ പോയി ഒരുമിച്ചൊരു കുഴി. എനിക്ക് നിന്നെ അന്നത്തെ ആ കോസ്റ്റ്യൂമിൽ കാണണം. എന്നിട്ടേ ഈ കഥകളിലൊക്കെ കാണുന്ന പോലെ അവിടെ തന്നെ എനിക്ക് നിന്നിൽ അലിഞ്ഞു ചേരണം. അത് കേട്ടതും ശിവാനിയുടെ മുഖം ചുവന്നു തുടുത്തു. ഒന്ന് മെല്ലെ പറ കണ്ണേട്ടാ, എന്തായത്? അപ്പോഴേക്കും പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണിലേക്ക് നോക്കി. കണ്ണേട്ടാ എന്തായത്? ഈ സരോജിനി മുത്തശ്ശി ശ്രദ്ധിക്കുന്നു. ശിവാനി മെല്ലെ പറഞ്ഞു. ഒരട്ടക്കിളവിയുടെ നോട്ടം എപ്പോഴും ഇങ്ങോട്ടാണല്ലോ. ലക്ഷ് പിറുപിറുത്തു. അച്ചു, എന്താ നിന്റെ അഭിപ്രായം? നിനക്ക് പരിചയമുള്ള വല്ല ഷോപ്പുണ്ടെങ്കിൽ പറ, എങ്കിൽ നമുക്ക് അവിടെ പോയേക്കാം, മുത്തശ്ശി പറഞ്ഞു. ലക്ഷ് പെട്ടെന്ന് ശ്രദ്ധ മാറ്റി. ഹാ മുത്തശ്ശി, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, നിങ്ങൾ ചെന്നാൽ മതി, ലക്ഷ് പറഞ്ഞു. നിങ്ങൾ ചെന്നാൽ മതിയെന്നോ? അപ്പോൾ നീയില്ലേ അച്ചുവേ? വല്യമ്മാവനാണ് പറഞ്ഞത്. ഓ പിന്നെ, ഇന്നലെ അവിടെ നിന്ന് വന്നിട്ട് നാളെ ഒന്നുകൂടി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അമ്മാവ, നിങ്ങൾ ചെന്നാൽ മതി. അച്ചു, നീ വന്നില്ലെങ്കിൽ പിന്നെ ആര് ഡ്രൈവ് ചെയ്യും? നമ്മൾ ഒരുപാട് പേരില്ലേ? അമ്മായിയുടെ വകയായിരുന്നു അടുത്ത ചോദ്യം. ഗൗതം, അർജുൻ ഇവരില്ലേ? പിന്നെ വേണമെങ്കിൽ എൻ്റെ വണ്ടി കൂടി എടുത്തോളൂ. അത് പിന്നെ പറന്നു പോകുന്ന വണ്ടി ആയിരിക്കൂല അച്ചുവേട്ടാ, ഈ ഫുൾ ഓട്ടോമാറ്റിക്കേ അല്ലേ? അവന്തികയുടെ ചോദ്യം കേട്ട് ലക്ഷ്യം അവളെ നോക്കി പേടിപ്പിച്ചു. പറന്നൊന്നും പോയില്ല. ദേ ഇവനില്ലേ മിഥുൻ, ഇവനെ ഓടിച്ചോളൂ ആ വണ്ടി. ഇവന് ലൈസൻസ് ഉണ്ടല്ലോ, പിന്നെന്താ? എന്ന സെറ്റ്. അച്ചുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, പാവം റെസ്റ്റ് എടുത്തോട്ടേന്ന്. ഞാൻ റെഡി, ഞാൻ ഓടിച്ചോളാന്നേ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ആ വണ്ടി ഓടിച്ചൊരു ലോങ് ഡ്രൈവ് പോകണമെന്ന്. മിഥുൻ ഹാപ്പിയായി. എങ്കിൽ നീ വരണ്ട, പക്ഷെ ശിവാനി വരട്ടെ. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും ലക്ഷ് വിചാരിപ്പാണ്. പിന്നെ എന്ത് തേങ്ങ കാണാനാണ് ഞാനിവിടെ നിൽക്കുന്നത്? അതൊന്നും പറ്റില്ല, അവളില്ലെങ്കിലേ എൻ്റെ കാര്യം ആര് ശ്രദ്ധിക്കും? ലക്ഷ് പറഞ്ഞു. നിന്റെ എന്ത് കാര്യം? അത് നീ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, ഏത് നേരവും കെട്ടിയോളൊട്ടി നിന്നോളൂ. അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നിൽക്കാം, സരോജിനി മുത്തശ്ശി പറഞ്ഞത് കേട്ടതും ലക്ഷ്യൻ്റെ പെരുത്ത് കയറി. ശേടാ, ഇവരെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. കൊറോണയ്ക്ക് പോലും വേണ്ടാതായിപ്പോയ ഒരേ ഒരു മുതലാണ് ഇരിക്കുന്നത്. മുത്തശ്ശിയുടെ അനിയത്തി ആയിപ്പോയി ഇല്ലേലേ, ഈ കിളവിയെ ഞാനിന്ന് എലിവിഷം വെച്ച് കൊന്നേരെ. എന്തൊരു വെറുപ്പീര്, ലക്ഷ്യ തീർവെറുത്തു. അയ്യോ വേണ്ടായേ, എന്നിട്ടേ മുത്തശ്ശിയുടെ കാര്യം കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ലേ? എന്നാൽ ഞാനിനി ആ സത്യം മറച്ചു വെക്കുന്നില്ല. ശിവാനിക്ക് അങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല, അധികം യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യ പറഞ്ഞത് കേട്ടതും അവിടെ നിശബ്ദത പരന്നു. എന്ന് വെച്ചാൽ? മുത്തശ്ശി വിടർന്ന മുഖത്തോട് ചോദിച്ചു. അതേ മുത്തശ്ശി, അവളെ ഒരമ്മയാവാൻ പോവുകയാണ്. ലക്ഷ്യ തട്ടിവിട്ടതും എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞു. എൻ്റെ കാവലമ്മേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതിയെന്നായിരുന്നു. മുത്തശ്ശി ദൈവത്തിന് നന്ദി അറിയിച്ചു. അതൊന്നും പറ്റില്ല, ഞങ്ങളുടെ കൊച്ചിനെ ഒന്നും കാണാതെ മുത്തശ്ശി നിങ്ങൾ എങ്ങോട്ടും വിടില്ല കേട്ടോ. അർജുൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും അവനെ ഒന്ന് ഇരുത്തി നോക്കി. ശിവാനി വായും പൊളിച്ച് നിൽപ്പാണ്. ശിവാനി ലക്ഷ്മണനെ ദയനീയമായി നോക്കി. അവൾക്ക് ആണെന്നും അല്ലെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അന്നേരം ഗൗതമിൻ്റെ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷ് പാടുവിട്ടു. അവനറിയാമല്ലോ എല്ലാ കാര്യവും. ഫസ്റ്റ് നൈറ്റ് പോലും നടന്നിട്ടില്ല, എന്നിട്ടാണ് കൊച്ച്. ഇതേസമയം സരോജിനി മുത്തശ്ശി ലക്ഷ്മണനെ ഇരുത്തി നോക്കി. എന്താടാ ചെറുക്ക നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? അല്ല, നീ ഇതെന്തേ ഇവിടെ നേരത്തെ പറഞ്ഞില്ല? ഇത് അവിഹിതമൊന്നുമല്ലല്ലോ, പിന്നെന്താ നീ പറയാഞ്ഞത്? അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് സർപ്രൈസ് പൊട്ടിക്കാന്ന് കരുതി, അതാ ഞാൻ പറയാഞ്ഞത് എന്നും പറഞ്ഞ് ലക്ഷ്മല്ലേ മുങ്ങി. ശിവാനി എല്ലാവരും കൂടി എന്തൊക്കെയോ കഴിപ്പിക്കുന്ന തിരക്കിലും അന്നേരം ശിവാനി മനസ്സിൽ ലക്ഷ്മണെ നന്നായിട്ടൊന്ന് പ്രാഗി. പിറ്റേ ദിവസം എല്ലാവരും പോയി കഴിഞ്ഞതും ലക്ഷ് ശിവാനിയും കൂട്ടി കൂലിക്കടവിൽ ചെന്നു. ഏറ്റവും അവസാനത്തെ പടവിലിരുന്ന് വെള്ളത്തിൽ കാലും മുക്കി വെച്ച് ഇവരും സംസാരിക്കുവാണ്. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ അമ്മ ചോദിച്ചാൽ എന്ത് പറയും? ആണെന്ന് പറയും. എന്നിട്ടേ നമുക്കിന്ന് തന്നെ കാര്യമായിട്ട് അധ്വാനിച്ച് അടുത്ത മാസം തന്നെ ശരിക്കുള്ള സന്തോഷ വാർത്ത കൊടുക്കാം. ഒന്ന് പോയെ, നിങ്ങൾക്കെല്ലാം തമാശ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ശിവാനി എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. ഇത് ഇങ്ങോട്ട് നോക്കിക്കോ, അപ്പം എങ്ങനെ തുടങ്ങുമല്ലേ? എന്ത്? ശിവാനി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. കുന്തം, നീ ആ കോസ്റ്റ്യൂം ഇല്ലേ അതിട്ട് വന്നേ? ഓ പിന്നെ, ഇയാൾ കാത്തിരുന്നു, ഞാനിപ്പോൾ ഇട്ടിട്ട് വരാം. ഒന്ന് പോവിടുന്നു, ഞാൻ രാവിലെ കുളിച്ചതാ. പിന്നെ എന്ത് കാണാനാ മോളിങ്ങോട്ട് വന്നത്? ഞാൻ ചുമ്മാ സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ സംസാരിക്കാനാണോ? എന്നാൽ സംസാരിച്ചേക്കാം എന്നും പറഞ്ഞ് ലക്ഷ്മുണ്ടൊക്കെ മടക്കി കൊത്തി മീശയ്ക്ക് പിടിച്ച് ശിവാനി ഒന്ന് നോക്കി. ശിവാനി ആണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെട്ടേക്കാം എന്ന് കരുതുമ്പോഴാണ് അവൻ ശിവാനിയെ കൈകളിൽ കോരിയെടുക്കുന്നത്. കണ്ണേട്ട വിട്ട്,
വേണ്ടെന്ന്. വേണമെന്ന് അതും പറഞ്ഞ് അവളുമായി വെള്ളത്തിലേക്ക് മുങ്ങി. അതുപോലെ തന്നെ പൊങ്ങുകയും ചെയ്തു. ശിവാനിയെ താഴെ ഇറക്കിയ ലക്ഷ് അവളെ നോക്കി പുരികം പൊക്കി എന്താന്ന് പോലെ ചോദിച്ചു. ശേഷം അവളെ ഇറുകെ പുണർന്നു അവളുടെ കെട്ടിവെച്ച മുടിയിഴകൾ അഴിച്ചിട്ടു. ചെറുചിരിയാൽ അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചതും ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് അവളുടെ അതരങ്ങളിൽ അവൻ്റെ നോട്ടം ചെന്നെത്തി. അവൻ തൻ്റെ പെരുവിരലാൽ അവളുടെ ചുണ്ടുകളെ ഒന്ന് തലോടി. അവൻ്റെ മുഖം അവൾക്ക് നേരെ അടുത്തു. ഇരുവരുടെയും വിശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. അവളുടെ ചുണ്ടുകൾ വൈകാതെ അവൻ്റേതായി മാറി. ശേഷം അതുപോലെ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു. വെള്ളത്തിൽ നിന്നും പൊങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. ശിവാനി ആ ചുംബനത്തിൽ തളർന്നു പോയിരുന്നു. അവനിൽ നിന്നും അകന്നു മാറി പടവുകൾ കയറാൻ ഒരുങ്ങവേ അവളുടെ ധാവണിത്തുമ്പിൽ പിടിവീണിരുന്നു. ധാവണിയുടെ ഷാൾ അവളിൽ നിന്നും അടർത്തി മാറ്റിയതും ശിവാനി മുഖം തിരിഞ്ഞു നിന്നു. അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിലെ വെള്ളത്തുള്ളികളെ ചുണ്ടിനാലും നാവിനാലും ഒപ്പിയെടുത്തു. അരയിലൂടെ കയറ്റി നഗ്നമായ വയറിൽ നിന്ന് തലോടിക്കൊണ്ട് നെഞ്ചോടടിപ്പിച്ചു. അവൻ്റെ നനഞ്ഞ കൈകൾ അവളുടെ ഉടലിൽ ഒഴുകി നടന്നതും അതവളിൽ വിറയലുണ്ടാക്കി. അവളെയും കൊണ്ട് പടവുകളിലേക്ക് ചാഞ്ഞതും തൻ്റെ ഉടലിലേക്ക് പോകുന്ന അവൻ്റെ വശ്യത കലർന്ന നോട്ടം കണ്ട് അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് ഉറ്റിച്ചതും അത് മാറിടുക്കിലൂടെ ഓടിയെളിക്കുന്നത് അവൻ ഏറെ പ്രണയത്തോടെ നോക്കി നിന്നു. അവളുടെ കഴുത്തിലും തൊണ്ടക്കുഴിയിലും അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. ബ്ലൗസിന് മുകളിലൂടെ വെളിവായ അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി അവരുടെ ചുണ്ടമർത്തി ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ നഗ്നമായ വയറിലും നാഭിച്ചുഴിയിലും പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളെ വല്ലാത്തൊരു ആവേശത്തോടെ നുണഞ്ഞെടുത്തതും ശിവാനി കണ്ണിറുക്കി അടച്ചു. അവളുടെ കണങ്കാലെടുത്ത് മടിയിൽ വെച്ച് അവിടെ ചുണ്ടമർത്തി. അവൻ്റെ ചുണ്ടുകൾ അവിടുന്ന് അനുസരണയില്ലാതെ മുകളിലോട്ട് ഒഴുകി നടന്നു. അവൻ്റെ കൈകൾ അനുസരണയില്ലാതെ പുതിയ തീരം തേടി തുടങ്ങിയതും ഇരുവരുടെയും ശരീരം ഒരുപോലെ ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. അവളെയും കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ പരസ്പരം അലിഞ്ഞു ചേരാൻ ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശിവാനി ലക്ഷ് എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി. രാത്രി ലക്ഷിൻ്റെ അച്ഛനും അമ്മയും ഡ്രസ്സ് എടുക്കാൻ പോയവരുടെ കൂടെ പോന്നിരുന്നു. വീട്ടിലെത്തിയ ഇരുവരും ശിവാനി അന്വേഷിച്ച് മുറിയിലേക്ക് പോകുവാണ്. ശിവാനി ദേ അച്ഛനും അമ്മയും വരുന്നുണ്ട്, ദയവ് ചെയ്ത് നീ അല്ല എന്ന് മാത്രം പറയരുത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ ഫുൾ ഹാപ്പി ആണെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളൊന്ന് കണ്ണടച്ചേക്ക്. എന്നാലും കണ്ണേട്ട ഇത് കള്ളാണെന്ന് അറിഞ്ഞാൽ വേണ്ട കണ്ണേട്ട, എനിക്ക് പേടിയാവുക. നമുക്ക് അമ്മയോട് സത്യം പറയാം. തൽക്കാലം നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ശിവാനി. എന്നിട്ട് കുറച്ച് ക്ഷീണമൊക്കെ മുഖത്ത് വരുത്തിക്കേ. അത് പിന്നെ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെയാണ് ഞാൻ ഇരിക്കണേ. എൻ്റെ ദേഹത്തൊക്കെ ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണേ. അതാണ് മോളെ ലവ് ബൈ ഹിക്കി. അത് കാണുമ്പോഴേ നിനക്ക് എന്നെയും നമ്മുടെ പ്രണയ നിമിഷങ്ങൾ ഓർമ്മ വരണം. അതിനാണ് ഞാനത് സമ്മാനിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് പിന്നെ എടുത്തുതരാം. ഇപ്പോൾ അവരെത്തി എന്നും പറഞ്ഞ് നിഷ്കുവായി നിന്നു. അവരെ കണ്ടതും ശിവാനി എഴുന്നേറ്റ് നിന്നു. ഇപ്പം എങ്ങനെയുണ്ട് മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് വനച്ച ശിവാനിയെ ബെഡിൽ പിടിച്ചിരുത്തി അവളുടെ അരികിരുന്നു. അവർ ശിവാനിയുടെ മൂർധാവിൽ ചുണ്ടു ചേർത്തു. ലക്ഷ് അച്ഛനിരിക്കാനായി അവരുടെ അരികിൽ കസേര ഇട്ടു കൊടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, എന്നേക്കാൾ അധികം അച്ഛന്. അന്നേരം ശിവാനി മഹാദേവനൊന്ന് നോക്കിയതും അയാൾ കുറച്ചുകൂടി നീങ്ങിയിരുന്ന് ശിവാനിയുടെ തലയിലൊന്ന് സ്നേഹത്തോടെ തലോടി. അത് കണ്ടതും ശിവാനി ലക്ഷ്മി ഒന്ന് നോക്കിപ്പോയി. വനജ, നീ എന്തായി നോക്കി നിൽക്കണേ? ആ കുട്ടിക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുക്ക് എന്ന് മഹാദേവൻ പറഞ്ഞതും വനജ കൊണ്ടുവന്ന സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ അവളെ കഴിപ്പിക്കാൻ തുടങ്ങി. അച്ഛൻ സ്നേഹത്തോടെ ശിവാനിയുടെ വായിലേക്ക് മധുരം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. ശിവാനി നിറഞ്ഞ കണ്ണാൽ ലക്ഷ്മി നോക്കിയപ്പോൾ അവൻ കരയല്ലേ ചിരിക്കുക എന്ന പോലെ ആക്ഷൻ കാണിച്ചതും ശിവാനി ചിരിക്കാൻ ശ്രമിച്ചു. മുറിവിട്ടിറങ്ങാൻ നേരം ലക്ഷ്മിൻ്റെ തോളി തട്ടി അച്ഛനും അവൻ്റെ കവിൾ പിടിച്ച് വലിച്ചു അമ്മയും സന്തോഷം അറിയിച്ചപ്പോൾ ലക്ഷ്മി ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി, താ പറഞ്ഞ കള്ളം സത്യമായിരുന്നുവെങ്കിലെന്ന്. ഇരുവരും പോയതും ലക്ഷ് ഡോർ പെട്ടെന്ന് അടച്ച് ലോക്ക് ചെയ്ത് ശിവാനിയുടെ അരികിൽ ചെന്നു. കഴിച്ചോ, നല്ലോണം എനർജി ഉണ്ടെങ്കിലേ 24/7 അധ്വാനിക്കാൻ പറ്റുള്ളൂ. എങ്കിലല്ലേ പെട്ടെന്ന് റിസൾട്ട് കാണുള്ളൂ. അത് കേട്ടതും ശിവാനി അവനെ ദഹിപ്പിച്ച് നോക്കി. നാണമില്ലാത്തവൻ, അയ്യേ ദേ കള്ളാണെന്നറിഞ്ഞാൽ നമുക്ക് 2 പേർക്കും ശിക്ഷ കിട്ടും. അതുകൊണ്ട് മോള് കാര്യമായി ഒന്ന് മനസ്സ് വെച്ചാലേ വല്ലതും നടക്കുള്ളൂ. ലക്ഷ്യമാണെങ്കിൽ കിട്ടിയ അവസരം നല്ലോണം മുതലാക്കാനുള്ള പ്ലാനിലാണ്. മോൾ ഇതൊക്കെ കഴിച്ച് നാളത്തേക്കൊന്ന് സെറ്റാക്കി എടുക്ക്. ആ ഗൗതവും അർജുനും കുറേ നേരമായി എന്നെ അന്വേഷിക്കുന്നു. ഞാൻ അവർക്ക് കുറച്ച് ലവ് പോയിൻറ്റ്സ് പറഞ്ഞു കൊടുത്തേച്ച് വരാം എന്നും പറഞ്ഞ് പോകാനൊരുങ്ങിയതും ശിവാനി അവൻ്റെ കൈ പിടുത്തമിട്ടു. പിന്നെ നേരത്തെ നടന്നൊന്നും അവരോട് വിസ്തരിച്ച് പറയാൻ നിൽക്കരുത്. നെവർ. ആ പേടി വേണ്ട. നമുക്കിടയിലെ പ്രണയം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയില്ല. പ്രോമിസ്.
പോരെ എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയെ ചുണ്ടമർത്തി. ഞാൻ പെട്ടെന്ന് വരാം എന്നും പറഞ്ഞ് ലക്ഷ് മുറി വിട്ടിറങ്ങി. നേരത്തെ ലക്ഷ്യമായുള്ള പ്രണയ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ ഒന്നുകൂടി തെളിഞ്ഞതും ശിവാനിയുടെ മുഖം ചുവന്നു തൊടുത്തു. അതിനിടയിൽ ലക്ഷ്യുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിടർന്ന മുഖം ഓർമ്മ വന്നതും അവളുടെ മുഖത്തെ ചിരി പൊടുന്നനെ മാഞ്ഞു പോയിരുന്നു. ലക്ഷ്യ അർജുനും ഗൗതവും കാര്യമായ ചർച്ചയിലായിരുന്നു. ചർച്ച മറ്റൊന്നുമല്ലായിരുന്നു, മറഞ്ഞു നിന്ന് കളിക്കുന്ന ആ എതിരാളിയെ വെളിയിൽ കൊണ്ടുവരാനുള്ള ഒരു കിടിലൻ ട്രാപ്പ് ലക്ഷ് ഒരുക്കി കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി 3 പേരും കൂടി നാളെ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ലക്ഷ്യ തൻ്റെ സ്റ്റാഫ് സുരേഷ് മുഖേന ലക്ഷ്യ സ്ഥലത്തില്ലെന്നും ശിവാനി അവളുടെ വീട്ടിലാണെന്നും 2 ദിവസം സാറും മാഡവും ഓഫീസിൽ കാണില്ല, അതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഇടയിൽ ആ ന്യൂസ് പരത്തിയിരുന്നു.